മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം വേണം വെക്കാനായിട്ട്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആ വെള്ളത്തിന് പാകത്തിനുള്ള ഉപ്പ് വേണം ചേർക്കാനായിട്ട്. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ടൈപ്പ് വേണേലും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ സ്പ്രിംഗ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പാകത്തിന് വെന്ത് കിട്ടും. പാസ്ത ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഈ പാസ്ത തയ്യാറാക്കുന്നത് ഒരു റെഡ് സോസിലാണ്. ആ സോസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ എക്സ് ഷേപ്പിൽ ഒരു കട്ടിങ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ 5 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇടുന്നുണ്ട്. അപ്പോൾ സ്കിന്ന് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ സ്കിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. തണുത്തതിന് ശേഷം ഇത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഗാർലിക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഏത് ഓയിൽ വേണേലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഒന്ന് സോട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത് അല്പം കളറിനും കൂടി വേണ്ടിയിട്ടാണ്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. അതിന്റെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഒറിഗാനോയും 1/2 ടീസ്പൂൺ ബാസിൽ ലീവ്സും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ പാസ്ത ചേർക്കുന്നതിന് മുമ്പ് ആ സോസിലേക്ക് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ പാസ്ത ആൻഡ് റെഡ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിലേക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചീസ് ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് പർമിസാൻ ചീസ് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് കൂടെ ചേർക്കാം. ഈ ബൗളിലേക്ക് കുറച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചീസ് കൂടെ ചേർക്കാം. വലിയ ആൾക്കാർ ചീസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ മാത്രം നമ്മൾ ചീസ് ചേർത്താൽ മതി. ചൂടോടെ തന്നെ ഇതിലേക്ക് ചീസ് ചേർക്കുമ്പോൾ ചീസ് അതിലേക്ക് മെൽറ്റ് ആയിട്ട് വന്നോളൂ. 2 ലെയർ ആയിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ ചീസൊക്കെ ഇതിലേക്ക് ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിന്ന് എടുത്തു നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.